കോപം നിങ്ങളെ അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും അധികം സ്നേഹിക്കുന്നതാണ് ഈ കോപത്തിൻ്റെ ചൂട് അല്ലെങ്കിൽ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരുന്നത്. കാരണം നമ്മുടെ മനസ്സിലൊരു മുറിവ് അല്ലെങ്കിൽ ഒരു ഇറിറ്റേഷൻ ഉണ്ടായാൽ ആ ഭാരം ഇറക്കി വെക്കാൻ കുറേ ഉച്ചത്തിൽ സംസാരിക്കുക അല്ലെങ്കിൽ കോപിക്കുക അല്ലെങ്കിൽ ദേഷ്യപ്പെടുക സ്വാഭാവികമാണ്. പക്ഷേ അത് വിവേകത്തോടു കൂടി അല്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലും മുറിവും നമ്മളങ്ങനെ പറഞ്ഞു പോയാലും ചിലപ്പോൾ വീണ്ടും വിചാരമില്ലാതെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ പോലും ഓർക്കില്ല. പക്ഷെ അത് പിന്നീട് നമുക്കും അതൊരു കുറ്റബോധമായി തീരും. കോപത്തിൻ്റെ കാരണം, കോപത്തിൻ്റെ സ്രോതസ് എന്താണെന്ന് മനസ്സിലാക്കി കോപം നിയന്ത്രിച്ചേ മതിയാകും. കോപം ഒരു നന്മയും ആർക്കും ഉണ്ടാക്കുന്നില്ല. കോപം നമ്മളിൽ കോപമുണ്ടാകാൻ കാരണമായ സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കാൻ മാത്രമേ ഉള്ളൂ. നമ്മൾ കോപം വന്നാൽ നമ്മളെ തന്നെ അത് ഇല്ലാതാക്കും. നിയന്ത്രിച്ചേ മതിയാകും. അതിനാണ് ഈ മെഡിറ്റേഷനും കുറച്ച് യാത്രകൾ പോവുകയും നല്ല കാര്യങ്ങൾ കാണുകയും ഒക്കെ ചെയ്ത് അന്തരീക്ഷത്തിലേക്ക് വരുന്ന അല്ലെങ്കിൽ നമ്മളെ കോപിക്കുന്ന ഇങ്ങനെയുള്ള വാക്കുകൾ കൊണ്ട് അതൊന്ന് അന്തരീക്ഷത്തിൽ അലിഞ്ഞു പോകും എന്നൊക്കെ ചിന്തിച്ചിട്ട് കോപിക്കാതിരിക്കുക. നമ്മുടെ നാവ് നല്ലതും പറയും ചീത്തയും പറയും. നല്ലത് മാത്രം പറയാൻ നമ്മുടെ നാവിനെ പരിശീലിപ്പിക്കുക. ആരെങ്കിലും നമ്മളോട് ചീത്തയായിട്ട് പറഞ്ഞാൽ പോലും നമ്മളത് മൈൻഡ് ചെയ്യാതിരിക്കുക. കാരണം കോപം നമുക്കൊരു നന്മയുണ്ടാകില്ല.